ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിലൈറ്റ്സ് കേരളം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോന്നൽ കേക്കാണ്. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള തോന്നൽ കേക്ക്, അതല്ലെങ്കിൽ സോൾ കേക്ക്. അപ്പം അതിൻ്റെ മോൾഡ് കുറച്ച് വ്യത്യാസമുണ്ട്. എനിക്കതാണ് കിട്ടിയുള്ളൂ അന്വേഷിച്ചിട്ട്. അപ്പോൾ കുറച്ചൊരു വ്യത്യാസമുണ്ട്. അപ്പം അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് മൈദ, അതുപോലെ പൊടിച്ച പഞ്ചസാരയാണ്. അതൊരു 1.5 കപ്പില്ല, 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. 4 മുട്ട, പിന്നെ വാനില എസൻസ്, പിന്നെ 113 ഗ്രാം ബട്ടർ, 1/2 കപ്പ് കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ 3/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ. പിന്നെ നമുക്ക് ബട്ടർ മിൽക്ക് വേണം അതിലേക്ക്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് മിൽക്കാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ആദ്യം ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറുള്ള പാല് വേണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ അല്ലെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരായാലും മതി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന മോൾഡ്. ഇത് സിലിക്കോണിൻ്റെ മോൾഡാണ്. ഇതിൽ നന്നായിട്ട് ബട്ടർ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഷേപ്പ് ശരിക്കും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ശരിക്കും കുറച്ചും കൂടി ഒരു വേറെ മോഡലാണ് ശരിക്കും ഈ തോന്നൽ കേക്കിനുള്ളത്. എൻ്റെ കയ്യിൽ എനിക്കിതേ കിട്ടിയുള്ളൂ അന്വേഷിച്ചപ്പോൾ. അത് കാരണമാണ് ഇത് മേടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പതുക്കെ കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് ബട്ടർ ബീറ്റ് ചെയ്യാം. ബട്ടറും റൂം ടെമ്പറേച്ചറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറച്ച് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടറും പഞ്ചസാരയും നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിതിലേക്ക് മൈദ, കൊക്കോ പൗഡർ, അതുപോലെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് എല്ലാം കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മളിതിലേക്ക് എടുക്കുമ്പോൾ കൊക്കോ പൗഡർ നല്ല ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കേക്കിന്. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ബട്ടറും മുട്ടയൊക്കെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തിട്ടുള്ള ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ വാനിലയുടെ എസൻസ് ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ
ഈ പൊടി ചേർക്കാം. അതിനോടൊപ്പം തന്നെ ബട്ടർ മിൽക്കും ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മോൾഡിലേക്ക് ഒഴിക്കാം. ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വയ്ക്കാം. ഒമ്പത് ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ മോൾഡിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് ഒരു 160 ഡിഗ്രിയിൽ 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. അതൊക്കെ അടച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് ബട്ടർ ചേർത്ത കാരണമാണ് ഇങ്ങനെ ജസ്റ്റ് ഒരു ഇതുപോലെ തോന്നുന്നത്. അത് കുഴപ്പമില്ല. ഇനി നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ ഈ മോൾഡിൽ നിന്ന് കേക്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. ഒരു 2-3 മണിക്കൂർ നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തു. ഞാനൊരു മറ്റേ മോൾഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ഡിപ്പ് ചെയ്യാം. അപ്പോൾ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ചെറി കിട്ടുകയാണെങ്കിൽ ചെറി എടുക്കാം.